ഹായ് എവരിബഡി. ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഒരുത്തൻ്റെ പേര് പച്ചയായിട്ട് വെളിപ്പെടുത്താൻ തന്നെ ഇടുന്ന വീഡിയോ ആണ്. ഞാൻ വേണ്ട 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 എന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഒരു വ്യക്തിൻ്റെ പേര് നമ്മൾ വലിച്ചിഴക്കരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നതാണ്. എൻ്റെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്, അതെല്ലാം ഞാൻ തിരഞ്ഞെടുക്കും. പക്ഷേ ഇന്ന് പറയാനുള്ളത് അതൊന്നുമല്ല. എനിക്കിപ്പോൾ വേഗം ഓടിപ്പോയി എൻജിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യണമെന്നോ ഇവന്മാർ തറവാട്ട് വക സ്വത്താണെന്ന് ഇവർ ധരിച്ച് വെക്കുന്നത്, പിന്നെ ആ ധാരണ അവർ കിടക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചുറങ്ങും. അല്ലാണ്ട് ഇവരെ തറവാട്ട് വകയൊന്നും അല്ല. പക്ഷേ ഇപ്പം കണ്ണൂർ ഇവരെ തറവാട്ട് വകയാണ് എന്നുള്ള ന്യൂസ് കേട്ട് 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 മതിയായി. ഇന്നും ഒരു ന്യൂസ് കേട്ടു, പോലീസുകാരെ പൂട്ടിയിട്ടോന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, സാധാരണക്കാർക്ക് കണ്ണൂര് നീതിയില്ല. പിന്നെ ചാനലുകാർ ഏറ്റവും വലിയ വിഷയം ഒരു നേതാവിൻ്റെ മോളെ പരിസരത്തൂടെ പാമ്പ് പോയി എന്നുള്ളതാണ്. ഒരു നേതാവിൻ്റെ മകളെ പരിസരത്തുകൂടെ പാമ്പ് പോയി, എന്നിട്ട് ഒബ്സർവേഷനിലുണ്ട്. ഏതോ ഒരു സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പിന്നെ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ വീട്ടിൽ പോകും. അതാണിപ്പം മെയിൻ ചാനലുകാരെ വാർത്ത. നമ്മളെപ്പോലെയുള്ളവർ പരിയാരം മെഡിക്കൽ കോളേജിൽ പോയാൽ പാമ്പ് കടീൻ്റെ മരുന്നുണ്ടോ എന്നുള്ളത് വിളിച്ചു ചോദിക്കണം. അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണം. നേതാവ് ഏതോ ഒരു ഹോസ്പിറ്റലിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നിരീക്ഷണത്തിലാണ് പോലും മകള്. പാമ്പടുത്തൂടെ പോയേന്. ഈ നാറ ലോകത്ത് ഇതിനപ്പുറം ഒരു നീതി നമ്മൾ പ്രതീക്ഷിക്കണ്ട. പിന്നെ ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന വാർത്ത എന്താണ്? പോലീസിനെ പൂട്ടിയിട്ടു. പോലീസിന് പോലും നിവർത്തിയില്ല. പിന്നെ ഇരയ്ക്ക് എവിടെ നിന്ന് നിവർത്തി അല്ലേ? പിന്നെ ഇങ്ങനെയുള്ള നാട്ടിൽ സ്ത്രീകളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഇതിൽ പബ്ലിക് ഇടപെട്ടില്ലെങ്കിൽ, ജനങ്ങൾ ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ഇതിൽ അതിശക്തമായ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലേക്കും ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലും ജോലി സ്ഥലത്തും. കാരണം നമ്മൾ ആകെ ആശ്രയിക്കുന്നത് പോലീസിനല്ലേ. അപ്പം നമുക്ക് ഒരു നിവൃത്തി ഇനി മുന്നോട്ട് കിട്ടൂല. ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരും എന്നെ തെറി പറയുന്നവരും, നീ എന്തിനാടി കുളിക്കുന്നത്, നിന്റെ താരിക്കാടി കാണണ്ടെന്ന് ചോദിക്കുന്നവരെല്ലാം സൂക്ഷിച്ചോ. നിങ്ങളെയൊന്നും മക്കൾക്ക് നാളെ കേരളത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും ഗുണ്ടായിസാണ് ഇവിടെ നടന്നു വരുന്നത്. എനിക്ക് അനുഭവം വന്നപ്പോൾ ഞാൻ പ്രതികരിക്കുന്നു. ചിലർ മൂകമായിട്ട് സഹിക്കുന്നു. ചിലർ കോടതി, പോലീസ് സ്റ്റേഷൻ, വക്കീല്, പല 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 സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി പരിഹാസവും പുച്ഛവും കേട്ട് ഇറങ്ങി നടക്കുന്ന ലേഡീസ്. പിന്നെ ഗുണ്ടായിസം പേടിച്ചിട്ട് ശാരീരിക ഉപദ്രവം ഉണ്ടായത് വരെ മറച്ചു വെച്ചിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. എന്തിനാ നമ്മൾ ഈ ടാക്സും കൊടുത്ത്, നമ്മൾ ഭൂനികുതി കൊടുത്ത്, നമ്മൾ വീട്ടുനികുതി അടച്ച്, നമ്മൾ ഇത്രയും അധ്വാനിച്ച് ഒരാളും 10 പൈസ തരാതെ, ആരും സഹായിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ എന്തിനാ ഇത്രമാത്രം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്? നമ്മൾ എന്തിനാ ഇത്രമാത്രം ക്രമസമാധാന പ്രശ്നം നേരിടുന്നത്? നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും 24 മണിക്കൂറിനകം നീതി കിട്ടുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈ സംവിധാനത്തിൻ്റെ അണ്ടറിൽ ജീവിക്കുന്നത്? നമ്മൾ അധ്വാനിച്ച് ജീവിച്ച് നമ്മളെ ടാക്സ് വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും സൈറനിട്ട് നടക്കുന്നവർക്ക് നമുക്ക് നീതി തരാൻ പറ്റൂലെങ്കിൽ നമ്മൾ എന്തിനാ ഈ ഒരു സിസ്റ്റം അംഗീകരിക്കുന്നത്? ഈ സിസ്റ്റം നിങ്ങൾ എന്തിനാ അംഗീകരിക്കുന്നത്? ഈ അടിച്ചേൽപ്പിക്കൽ നിങ്ങൾ എന്തിനാ അംഗീകരിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. ഈ കേരളത്തിലെ സാധാരണ ജനങ്ങള് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശബ്ദരാവുന്നത്? ജനിച്ച ഒരിക്കൽ മരിക്കണ്ടേ? എന്തിനാ നിങ്ങൾ നിശബ്ദരാവുന്നത്? എനിക്ക് സസ്പെൻഷൻ, ഇനി അടുത്തത് ഡിസ്മിസ്, ട്രാൻസ്ഫർ, അല്ലെങ്കിൽ കൊലയാളി രായൻ മീറ്റിംഗ് കൂടുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എൻ്റെ മുന്നിൽ. ഇനി കൊല്ലപ്പെടാം, ആസിഡ് ഒഴിക്കപ്പെടാം, മണ്ണെണ്ണ ഒഴിക്കപ്പെടാം, പീഡിപ്പിക്കപ്പെടാം,
കൂട്ടബലാത്സംഗത്തിന് ഇരയാവാം. ഒരുപാടുണ്ട് എൻ്റെ മുന്നിൽ ഇനി. എന്നിട്ടും ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? എന്നിട്ടും ഞാൻ എന്തിനാ കുളിക്കുന്നത്? എനിക്ക് എൻ്റെ വീട്ടിൽ 3 ബാത്റൂം ഉണ്ട്. എൻ്റെ വീട്ടിൽ 3 ബാത്റൂം ഉണ്ട്. കുഴൽ കിണറും ഉണ്ട്, സാധാരണ കിണറും ഉണ്ട്. 3 ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, ഡൈനിങ് ഹാൾ ഉണ്ട്, പൂജാ റൂം ഉണ്ട്, 30 സെൻറ്റ് സ്ഥലവും ഉണ്ട്. കുളിക്കാനും മാറ്റാനും സ്ഥലവും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ പരസ്യമായിട്ട് കുളിക്കുന്നത്. എൻ്റെ സ്വന്തം പേരിലുള്ള സാധനത്തിൻ്റെ പേരാ പറഞ്ഞത്. ഈ പറമ്പിൽ തന്നെ വേറൊരു വീടും ഉണ്ട്. പഴയ വീട് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അവിടെയും കുളിക്കാം, അവിടെയും കിടക്കാം, ഇവിടെയും കുളിക്കാം, ഇവിടെയും കിടക്കാം. എന്തിനാ ഞാൻ പരസ്യമായിട്ട് കുളിക്കുന്നത്? പിന്നെ ശരീരം കാണിക്കാനാണെങ്കിൽ എന്തിനാ ഇങ്ങനെ പരസ്യമായിട്ട് കാണിക്കുന്ന? കാണാൻ വരാൻ ഇങ്ങോട്ട് തന്നെ ആളില്ലേ? ഇല്ലേ? കറങ്ങാൻ പോവാൻ ആളില്ലേ? എൻജോയ് ചെയ്യാനുള്ള എത്രയോ സ്പേസ് ഓഫറുകൾ വന്ന് കിടക്കുന്നു മൊബൈലിൽ. ഓഫറുകളുടെ പ്രളയം. എന്നെ പരസ്യമായിട്ട് എൻ്റെ ഫോണിൽ എവിഡൻസ് അടക്കമുണ്ട്. അപമാനിച്ച ഒരാൾ, അവനെതിരെ ഞാൻ കോടതി പോവും. അത് എൻജിനീയറിംഗ് കോളേജായിട്ടുള്ള വിഷയമാണ്. അത് ഞാൻ വൈകുന്നേരത്തെ ഷീലേ പറയൂ. എൻജിനീയറിംഗ് കോളേജിലെ വിഷയം എപ്പോഴും വൈകുന്നേരേ പറയൂ കേട്ടോ. അത് തമ്മിൽ മിക്സ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കെതിരെ പരസ്യമായിട്ട് എൻ്റെ അമ്മക്ക് വിളിച്ച ആളെ പേര് ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ഷീല് പറയും. പിന്നെ ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് നീതിയൊന്നുമില്ല. എൻ്റെ മുന്നിൽ ഞാൻ ഈ സംസാരിക്കുന്നത്, നിങ്ങളെ മുന്നിൽ ഈ വെക്കുന്ന സംസാരം മാത്രമാണ് എൻ്റെ നീതി. ഈ കുളി മാത്രമാണ് എൻ്റെ നീതി. കുളി ആരെയും ബോധിപ്പിക്കാനല്ല, എൻ്റെ സ്വന്തം പ്രതിഷേധം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അറിയിക്കുന്നു. ഞാൻ ഇനി പിന്നെ എൻജിനീയറിംഗ് കോളേജിൻ്റെ മുന്നിൽ കുളിക്കാനോ, കലക്ട്രേറ്റ് കുളിക്കാനോ, സെക്രട്ടേറിയറ്റ് കുളിക്കാനോ എല്ലാം ഉള്ള പ്ലാനിങ്ങിൽ തന്നെയാണ്. ഇനിയും എൻ്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ്. എനക്കൊന്നും അടഞ്ഞിട്ടില്ല. ജീവനില്ലെടുത്തോളം കാലം അടയൂല്ല. എൻ്റെ മുന്നിൽ ഇങ്ങനെ ഓപ്ഷൻസ് വന്ന് കിടക്കുവാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാൽ അത് വന്നതാണ്. പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരൂല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ പ്രതിഷേധം പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പിന്നെ ഈ വീട്ടിലേക്ക് എൻ്റെ നീതി കാണാതെ തിരിച്ചു വരൂല. നമ്മളെ സംവിധാനത്തിനോട് വെറുപ്പ്, പുച്ഛം, നിയമം സംരക്ഷിക്കേണ്ടവർക്കെതിരെ പൂട്ടിയിടലും ഗുണ്ടായിസും, ഒരു ലേഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മേലധികാരി തെമ്മാടിത്തരം നടത്തുന്ന കണ്ണൂര് ഇന്ത്യ ചരിത്രത്തിലെ ഒരു ഏടന്യല്ലേ? ഇപ്പോഴത്തെ കേരള സംസ്ഥാനം ലോകത്തിന് മാതൃകയല്ലേ? അല്ലേ? പലരും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിളിച്ചു പറയുമ്പം എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്, ഇത്രയും നല്ലൊരു കേരളത്തിന് എന്തിനാ ഇപ്പം ഇങ്ങനെ അപമാനിക്കുന്നതെന്ന്. ഇപ്പോഴല്ലേ, ഒരുപാട് മുന്നേ, അതായത് അത്രത്തോളൊന്നും പൊളിറ്റിക്സ് ഒന്നും അറിയാത്ത ഒരു സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ ഭരിക്കുന്നവർക്ക് എന്തെങ്കിലും തെമ്മാടിത്തരം പറയാനുള്ളതാ നോക്കൂ. പിന്നെ കേരളം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ, അങ്ങനെയൊക്കെ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ചില വിവരമുള്ളവർ സംസാരിക്കുന്നത് സത്യമാണ്. ഇവിടെ നീതിയില്ല, ആഭ്യന്തര വകുപ്പില്ല. ആഭ്യന്തര വകുപ്പൊക്കെ ഉണ്ടെങ്കിൽ എനിക്കല്ലേ എന്നേ നീതി കിട്ടിയേനെ. പീഡിപ്പിച്ചവനും എഴുതിയിട്ടവനും എഴുതാൻ കൂട്ടുനിന്നവനും എല്ലാം സസുഖം വാഴുന്ന എൻജിനീയറിംഗ് കോളേജിൽ എനിക്ക് മുന്നേ നീതി കിട്ടിയേനെ. പരാതിക്കാരിനെ സസ്പെൻഷൻ അടിക്കാനും, പരാതിക്കാരിനെ എടുത്ത് പുറത്തിടാനും, പരാതിക്കാരിക്ക് ഒപ്പ് ശേഖരിക്കാനും, പരാതിക്കാരിനെ ദ്രോഹിക്കാനും, ഒപ്പ് ഇട്ടുകൊടുക്കാനും ആളില്ല കണ്ണൂര്. ഞാൻ ഇന്ന് കേട്ട വാർത്തയിൽ എനിക്ക് യാതൊരു അതിശയവും തോന്നില്ല. എല്ലാവർക്കും അതിശയം. പോലീസുകാരെ പൂട്ടിയിടലൊന്നല്ല ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം വളരെ ചെറുത്.
ഇപ്പോഴെങ്കിലും ഞാൻ കുളിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ മീഡിയക്കാരെ, വലിയ വലിയ മാധ്യമങ്ങളെ, റേറ്റിംഗ് ചാനലുകളെ? നമ്മളെ ടാക്സ് വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കമ്പനീൻ്റെ പരസ്യം വാങ്ങി വെക്കുന്ന നിങ്ങൾ സാധാരണക്കാരെ പ്രശ്നം കൂടി പറയണം. അടിപിടിയും ഗുണ്ടായിസും ആത്മഹത്യയും റേപ്പും മാത്രം നിങ്ങൾ പറഞ്ഞാൽ പോരെ, സാധാരണ പൗരന്റെ പ്രശ്നങ്ങളും കൂടി മീഡിയക്കാരൊന്ന് കൊടുക്കണം. പോലീസിനെ പൂട്ടിയിടുമ്പോൾ നിങ്ങൾ ഓടിയെത്തി അല്ലേ? നല്ല കാര്യം, നല്ല കാര്യം. കാരണം അവർക്കും കൂടി ജോലി ചെയ്യാൻ പറ്റൂലെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് പോലീസാണ്. നമ്മളിപ്പോൾ സധൈര്യം പയ്യന്നൂരേക്ക് എങ്ങനെയാ പോകുന്നത്? നമ്മളിവിടുന്ന് നടന്നു പോയി ബസ് കയറി പയ്യന്നൂർ ടൗണിൽ എന്തുകൊണ്ടാണ് പോകുന്നത്? നമുക്കൊരു നിയമ സംവിധാനം ഉള്ളതുകൊണ്ടല്ലേ. നമുക്ക് പോലീസിനെ വിളിക്കാന്നുള്ള ധൈര്യം കൊണ്ടാണ് നമ്മൾ പോകുന്നല്ലേ. പോലീസ് സ്റ്റേഷൻ എപ്പോഴും സത്യസന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലമായിരിക്കണം. അത് പലപ്പോഴും ഇല്ല, എൻ്റെ അനുഭവത്തിൽ ഇല്ല. ഞാനിപ്പോൾ ഈ പ്രതി രണ്ടാമത് കോളേജിൽ വന്ന് കയറി ഉപദ്രവിച്ചതിനെതിരെ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു ആക്ഷനും ആയിട്ടില്ല. എൻ്റെ റെസീറ്റ് എൻ്റെ കയ്യിലുണ്ട്. റെസീറ്റ് ഇട്ടിട്ടുണ്ടോ ഇവർ തീരുമാനം എടുക്കും. അന്നേരം ഒരാൾ എന്നോട് വെല്ലുവിളിച്ചത് അയാളെ കേസ് സർക്കാർ നോക്കും, സർക്കാർ വക്കീൽ നോക്കും, നിങ്ങൾ പെടുന്നു. ആവട്ടെ, പെടുത്തുന്ന അത്ര പെടുത്ത്, എത്രത്തോളം പെടുത്താൻ പറ്റുമോ അത്രത്തോളം പെടുത്ത്. നിങ്ങൾ പെടുത്തുമ്പം എനിക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നേതാവിൻ്റെ മോളെടുത്തൂടെ പാമ്പ് പോയി എന്ന് പറയുന്ന മീഡിയക്കാരിലൊന്നും ഞാൻ വിശ്വസിച്ചിട്ടല്ല ജീവിക്കുന്നത്. പക്ഷെ പോലീസുകാരെ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ നിയമ നടപടി വേണം. കാരണം നമുക്ക് ജീവിക്കാൻ പറ്റൂല, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. അത് വളരെ ഗുരുതരമായ സഹിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. ഈ പോലീസിനെ പൂട്ടിയിട്ടുന്നുള്ളത് നമുക്കൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം നമ്മൾ പ്രതികരിക്കണം. സാധാരണക്കാർ പോലീസ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പുറത്തിറങ്ങും? നമ്മൾ എങ്ങനെ ജീവിക്കും? ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ അവരുണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത്. നമ്മളിപ്പോൾ പുറത്തിറങ്ങുന്നതും ടൗണിൽ പോകുന്നതും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈച്ച് ആൻഡ് എവരിത്തിങ്, ഹോസ്പിറ്റലിൽ പോകുന്നതും ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു പെൺകുട്ടികളെല്ലാം പുറത്തിറങ്ങുന്നത് നമ്മുടെ സംവിധാനത്തിനെ മാനിച്ചുകൊണ്ടാണ്. അവർക്കെതിരെ നടപടി ഉണ്ടാകുമ്പോൾ സാധാരണ ജനങ്ങൾ ഉണരണം. ഇതന്നെ ഞാൻ മുന്നേ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനും കോടതിയും പാർട്ടി ഓഫീസാണെന്ന് വെല്ലുവിളിച്ച ഒരു സ്ത്രീ, ഒരു നേതാവ് മരിച്ചുപോയി. അവർ പറഞ്ഞത് അർത്ഥവത്തായ കാര്യമാണെന്നാണ് ഞാനിപ്പോൾ എൻ്റെ കോളേജിൽ മനസ്സിലാക്കുന്നത്. അതായത് പോലീസും കോടതി എല്ലാം പാർട്ടി ഓഫീസ് തന്നെ. അതുകൊണ്ടാണല്ലോ തലശ്ശേരി ഇങ്ങനെ ഒരു ഗതികേട് പോലീസിന് ഉണ്ടാവുന്നത്. അതെല്ലാം അതിശക്തമായ നടപടി വേണം. അതിനൊക്കെ അതിശക്തമായിട്ട് ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഇവിടെ ടാക്സ് അടക്കുന്ന ഓരോരാളും പ്രതികരിക്കണം, ഓരോരാളും പുറത്തേക്ക് വരണം. ഇങ്ങനെ പ്രതികരിച്ച് മരിച്ചാലെന്നില്ല, നമുക്ക് ശേഷം വരുന്ന തലമുറ അന്തസ്സായിട്ട് ജീവിച്ചോട്ടെ. നമ്മളിങ്ങനെ അനീതിക്ക് വേണ്ടിയിട്ട് പോരാട്ടിയിട്ട് കൊല്ലപ്പെടുവോ, പകുതി മരിക്കുവോ, പകുതി വെട്ടിയിട്ട് വിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സില്ലേ? നമുക്ക് മുന്നേ പോയവർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അപ്പം ഇപ്പം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നില്ല? ഈ അനീതിക്കെതിരെ പോരാടിയിട്ട് നമ്മൾ മരിച്ചാലെന്തേ? നമ്മളെ കൊന്നാലെന്തേ? എന്തേ നിങ്ങൾ അതിന് പ്രതികരിക്കാത്തേ? ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്? എനിക്കുണ്ടായത് നാളെ നിങ്ങളെ ഭാര്യക്കും വരൂലേ, നിങ്ങളെ മൂക്കും വരൂലേ? ഞാൻ കണ്ണൂർ നേരിടുന്ന ഗുണ്ടായിസം, ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നേരിടുന്ന ഗുണ്ടായിസം നാളെ നിങ്ങളെ മൂക്ക് ഉണ്ടാവൂലേ, നിങ്ങളെ ഭാര്യക്ക് ഉണ്ടാവൂലേ? നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? നിങ്ങൾ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കണ്ട, ഉണ്ടായ സംഭവത്തിന് കൊടുക്ക പ്രാധാന്യം. നിങ്ങൾ എന്തിനാ വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ട് നിയമങ്ങൾ നടപ്പാക്കുന്നത്? ഇൻസിഡന്റിന് ഉണ്ടായ സംഭവത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രതികരിക്കുക. നിങ്ങൾ എന്താ സംഭവം ഉണ്ടായതെന്ന് വെച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കുക. ഞാനെന്ന വ്യക്തിനെ നിങ്ങൾ നോക്കണ്ട. ഇവിടെ വ്യക്തിക്ക് എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? സംഭവത്തിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ എന്തുണ്ടായി?
ബലാത്സംഗം ചെയ്താലേ ഉണരൂ, കൂട്ടബലാത്സംഗം ചെയ്താലേ നിങ്ങൾ ഉണരൂ അല്ലേ? നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ പഠിക്കണം. അതായിരിക്കട്ടെ.